കേരളയിൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ജോലി അവർ ചെയ്യേണ്ട ആവശ്യമില്ല. ആര് കൊണ്ടുപോയി തിരിച്ച് കല്ലിട്ടാലും ആ കല്ല് പിഴുതെറിയും. ഇവരിപ്പോൾ ചെയ്യാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് കേരളത്തെ പണയപ്പെടുത്തി, ഈ സ്ഥലം പണയപ്പെടുത്തി ജൈക്കയിൽ നിന്നും ലോൺ വാങ്ങിക്കാനും അതുവഴി അഴിമതിയുടെ വാതിൽ തുറക്കാനുമുള്ള നടപടിയാണ് ഇവർ ചെയ്യുന്നത്. സാമൂഹ്യാഘാത പഠനത്തിന് വേണ്ടി സർവേ നടത്താം സുപ്രീം കോടതി വരെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ നടത്തുന്ന സമരം സുപ്രീം കോടതിക്കെതിരായി നടന്ന ഒരു സമരമാണ്. പിന്നെ വീട്ടുകാരല്ല ഈ കല്ലുകളൊക്കെ പിഴുതെറിഞ്ഞിട്ടുള്ളത്, UDF-കാരാണ് പോയിട്ട് പിഴുതെറിഞ്ഞത്. UDF-കാർ പിഴുതെറിഞ്ഞ കല്ല് ജനങ്ങൾ, ആ വീട്ടുകാർ തന്നെ ഇപ്പം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇടതുപക്ഷ മുന്നണി സഹായിക്കുകയും ചെയ്യും. ഇന്നും കല്ലിടൽ പ്രതിഷേധങ്ങളുണ്ട്, വിശദീകരണങ്ങളുണ്ട്. മലപ്പുറം താനൂരിൽ പ്രതിപക്ഷം പിഴുതെറിഞ്ഞ അതിരടയാളക്കല്ല് വീട്ടുകാർ തന്നെ പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ പടനിലത്ത് പദ്ധതി വിശദീകരിക്കാൻ ചെന്ന മാവേലിക്കര MLA കയർത്തു പറഞ്ഞുവിട്ടു നാട്ടുകാർ. കല്ല് നാട്ടുമെന്ന് ഭരണപക്ഷവും പിഴുതെറിയുമെന്ന പ്രതിപക്ഷവും പറയുമ്പോൾ ഇന്നും കേരയിൽ ചർച്ചയാവുകയാണ്. നമ്മോടൊപ്പം CPM പ്രതിനിധി അഡ്വക്കേറ്റ് അരുൺകുമാർ, കോൺഗ്രസ് പ്രതിനിധി ജ്യോതികുമാർ ചാമക്കാല, സമരസമിതി പ്രതിനിധി S. രാജീവൻ എന്നിവരാണ്. ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോടിയേരി പറഞ്ഞത് കേട്ടല്ലോ, നിങ്ങളാണ് പിഴുതെറിയുന്നത്, നാട്ടുകാരല്ല. അതിനൊരു ഉദാഹരണം മലപ്പുറം താനൂരിൽ നിന്നുണ്ട്. അവിടെ പട്ടത്താണിയിൽ അതിരടയാളക്കല്ല് പിഴുതെറിഞ്ഞത് അവിടെ വീട്ടുകാരില്ലാത്തപ്പോഴാണ്. വീട്ടുകാരോട് ചോദിച്ചില്ല നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ എന്ന്, നിങ്ങളങ്ങ് എടുത്തെറിയുകയായിരുന്നു. ഇന്നിപ്പോൾ അതേ കല്ല് ആ വീട്ടുകാർ പുനഃസ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ പാർട്ടി സഖാക്കളുമുണ്ട് കൂടെ. എന്താണ് അതിനോടുള്ള പ്രതികരണം? ഇവിടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇതുപോലെ ഇത്രയേറെ നിലവാരം താഴ്ന്ന് ഈ താഴോട്ട് വരും എന്ന് അറിഞ്ഞില്ല ഈ കേരള വിഷയത്തിലൊക്കെ. ഇവിടെ കേരളത്തിലെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സമരത്തിന്റെ പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? ഈ സർക്കാരിന്റെ നിലപാടല്ലേ അതിന്റെ കാരണം? ഈ സർക്കാർ ഇത്തരത്തിൽ ഉത്തരവാദിത്വരഹിതമായി പെരുമാറിയത് കൊണ്ടല്ലേ ജനകീയ സമരങ്ങൾ താനെ രൂപപ്പെട്ടത്? ഞങ്ങൾ അതിന്റെ പിറകിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ കേരളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF-ന്റെ പ്രഖ്യാപിത നിലപാടുണ്ട്. കൂടാതെ കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുമുണ്ട്. ആ സമിതിയോടൊപ്പം ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രഖ്യാപിത നിലപാടാണ്. ഈ കേരളയിൽ വിരുദ്ധ സമരത്തിന്, സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് ഞങ്ങൾ പ്രഖ്യാപിതമായ നിലപാടോടുകൂടി ഇതിന് പിന്തുണ ഉണ്ട്. കല്ലിട്ടാൽ ഞങ്ങൾ പിഴുതെറിയുമെന്ന് KPC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള UDF-ന്റെ നേതാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രതിഷേധങ്ങളെയൊക്കെ ഇങ്ങനെ അവജ്ഞയോട് കാണുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് ഞാൻ എന്താ പറയേണ്ടത്? അദ്ദേഹം പറയുന്നത് ഇത് ആരുമില്ല, ഇത് കോൺഗ്രസ്സുകാരാണ് സംസ്ഥാനത്തുടനീളം വലിച്ചെറിയുന്നതെന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയുക? ജനങ്ങൾ, അമ്മമാർ, സഹോദരിമാർ, അവർ കണ്ണീരോടെ പൊതുസമൂഹത്തോട് ഒന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊക്കെ കാണിക്കാം, പക്ഷേ മറിച്ചുള്ള ഉദാഹരണമാണല്ലോ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിനൊരു മറുപടി വേണമല്ലോ. അവിടെ വീട്ടുകാരില്ലാത്തപ്പോഴാണ് അവിടെ UDF സംഘം എത്തുകയും അതിരടയാള കല്ല് എടുത്ത് മാറ്റുകയും ചെയ്തത്. അവരോട് ചോദിച്ചില്ല അവർക്ക് പ്രതിഷേധമുണ്ടോ എന്ന്. അവർ അത് കൊടുക്കാൻ, ആ സ്ഥലം കൊടുക്കാൻ തയ്യാറായവരാണ്. അവരെന്ത് ചെയ്തു? അവർ ആ കല്ലെടുത്ത് വീണ്ടും പുനഃസ്ഥാപിച്ചു. ആ കല്ല് വീണ്ടും പിഴുതെറിയുമെന്നത് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് അതിലൊരു ശരികേടില്ലേ? ഒരു ശരികേടുമില്ല. ഈ രാജ്യത്തെ നിയമവിരുദ്ധമായി സർക്കാരല്ല ആര് ചെയ്താലും ഞങ്ങൾ അതിനെ എതിർക്കും. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോടതി പറഞ്ഞില്ലേ സർവേയുമായി മുന്നോട്ട് പോകാമെന്ന്? കഴിഞ്ഞ ചർച്ചയിൽ സുപ്രീം കോടതി അടക്കം പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ സുപ്രീം കോടതിക്കെതിരെയാണ് നിങ്ങളുടെ സമരം. ഇതാണ് കോടിയേരി പറഞ്ഞത്. ചുമ്മാ എന്തെങ്കിലും സ്മൃതി പറയാ. സുപ്രീം കോടതി കോടിയേരി പറയുന്നത് കേൾക്കാനാണോ സ്മൃതി ഇവിടെ ഇരിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ പറയുന്നില്ലേ, സാധാരണക്കാർ പറയുന്നില്ലേ നിയമവിരുദ്ധമായിട്ട്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടോ സ്മൃതി? കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോൾ ഞാൻ ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തതല്ലേ, താങ്കൾക്ക് ബോധ്യപ്പെട്ടതല്ലേ? പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും ഇത് ചോദിക്കുന്നത്? ഈ രാജ്യത്ത് ഇത്തരത്തിൽ ഭൂമി ഇല്ലെങ്കിൽ പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കുകയാണ്, ഞങ്ങൾ ഈ കല്ലിടുന്നതിലൂടെ ഭൂമി ഏറ്റെടുക്കലാണ് നടക്കുന്നതെന്ന് പ്രഖ്യാപിക്കട്ടെ. അല്ലാത്തടത്തോളം കാലം ഈ രാജ്യത്ത് നിയമവിരുദ്ധമാണ് നടക്കുന്നത്. സർവേ നടത്താൻ പറഞ്ഞാൽ കുറ്റിയടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്ന സെൻട്രൽ ലെജിസ്ലേഷന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള 2013 ആക്ട് അനുസരിച്ച് എവിടെയാണ് കുറ്റിയടിക്കാൻ തീരുമാനമുള്ളത്? എവിടെയാണ് കുറ്റി സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുള്ളത്? ആ നിയമത്തിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഉടനെ പറയുന്നത് 1961 സർവീസ് ആൻഡ് ബൗണ്ടറീസ് ആക്ട് ആണെന്ന്.
അതെങ്ങനെയാണ് ശരിയാകുന്നത്? ആ സർവേസ് ആൻഡ് ബൗണ്ടറീസ് ആക്ടിലേക്ക് കടക്കണമെങ്കിൽ പ്രാഥമികമായി ഈ പറയുന്ന 2013 നിയമാനുസൃതം ഇതെല്ലാം ഏറ്റെടുക്കുന്നതിന് നടപടിക്രമങ്ങളില്ലേ? ആ നടപടിക്രമങ്ങൾ പാലിക്കാതെ എങ്ങനെയാണ് പിന്നീട് ഇതിലേക്ക് കടക്കാൻ കഴിയുക? അപ്പോൾ ഈ പറയുന്നതെല്ലാം നിയമവിരുദ്ധമായ കാര്യം. സർക്കാർ ആയതുകൊണ്ട് നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിയമവിരുദ്ധമായി ചെയ്യാൻ പറ്റില്ല. അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി നിയമപരമായി എതിർക്കുക തന്നെ ചെയ്യും. അപ്പോൾ സുപ്രീം കോടതി തോറ്റത്തെക്കുറിച്ച് സുപ്രീം കോടതി എന്താ കേസ്? സുപ്രീം കോടതിയിൽ അതും കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള സിംഗിൾ ബെഞ്ചിൽ വന്നിട്ടുള്ള ഒരു പരാതി 7-8 പേർ കൊടുത്തിട്ടുള്ള പരാതി, ആ പരാതിയുടെ പേരിലൊന്നും അതിനകത്ത് കോൺഗ്രസ്സുകാരാന്ന് പറയില്ലല്ലോ. ആ പരാതിയെ സംബന്ധിച്ച് അതിനകത്തൊരു ഇൻട്രീം ഓർഡർ ഉണ്ടായി. ആ ഇൻട്രീം ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സർക്കാർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും പോയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രാഥമികമായ വിചാരണകൾ ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. അതിനകത്ത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇപ്പോഴും വിധി പറഞ്ഞിട്ടില്ലല്ലോ. അതിന് നമ്മൾ കാത്തിരിക്കുകയല്ലേ അതിൻ്റെ വിധിയെ സംബന്ധിച്ച്. അപ്പോൾ വസ്തുതകൾ ഇതൊക്കെ ആയിരിക്കെ ഇതാരെയാണ് ഈ കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള ഒരു വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? കേരളത്തിലെ ജനങ്ങളെയോ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ സമരരംഗത്തുള്ളത്. ഒരു സഖാവ് വീട്ടുമുറ്റത്ത് തിരിച്ചിട്ട് ഇടുന്നേ, പക്ഷേ നിയമവിരുദ്ധമായി ഇവിടെ ഈ സംസ്ഥാനത്ത് പ്രവർത്തി നടന്നാൽ ഞങ്ങൾ അതിനെതിരായി നിൽക്കുക തന്നെ ചെയ്യും. ഒരു തർക്കവും വേണ്ട. അത് പ്രഖ്യാപിത നിലപാടാണ്. ശരി, ശ്രീ അരുൺകുമാർ, താങ്കൾ ആ ദൃശ്യം കണ്ടില്ല. നേരത്തെ കോടിയേരി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ച കാര്യം തന്നെ. ഈ പ്രതിഷേധവുമായി എത്തിയ UDF-കാർ അതിരടയാള കല്ലെടുത്ത് കളയുന്നു. പക്ഷെ ആ വീട്ടുകാർക്ക് എതിർപ്പില്ല. അവർ തിരിച്ചവിടെ കല്ല് സ്ഥാപിക്കുന്നു. ആ ദൃശ്യമാണ് കണ്ടത്. പക്ഷേ മറിച്ചുള്ള ദൃശ്യങ്ങളും നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ടല്ലോ. അതിനുള്ള മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ഇന്നിപ്പോൾ ആലപ്പുഴ പടനിലത്ത് പ്രചാരണത്തിനിറങ്ങിയ മാവേലിക്കര MLA MS അരുൺകുമാർ അടക്കം നേതാക്കളോട് വീട്ടുകാർ കയർക്കുന്ന ദൃശ്യങ്ങളുമുണ്ട്. അതൊന്ന് കണ്ട ശേഷം അരുണിലേക്ക് വരാം. ശ്രീ അരുൺകുമാർ, കണ്ടല്ലോ, നിങ്ങൾ ഒരു വശത്ത് വിശദീകരണത്തിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. പക്ഷേ നിങ്ങളുടെ വിശദീകരണം കേൾക്കാൻ പോലും തയ്യാറാകാത്ത ഒരു വിഭാഗവുമുണ്ട്. അപ്പോൾ രണ്ടുമുണ്ട്. ഇതിനുകൂടി നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ പറയുന്നത് വിശ്വസിക്കാത്ത വലിയൊരു വിഭാഗമുണ്ട്. അവരുടെ പ്രതികരണങ്ങളുമുണ്ട്. അപ്പോൾ അതിനെങ്ങനെ മറികടക്കും? ഇന്നിപ്പോൾ MLA പറയാൻ പോലും സമ്മതിക്കാതെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ആ വീട്ടുകാർ ചെയ്തിരിക്കുന്നത്. വീട്ടുകാരല്ല, നാട്ടുകാർ, ഒരു സംഘമുണ്ടായിരുന്നു. സ്മൃതി, ഞാനിപ്പോൾ വരാൻ 2-3 മിനിറ്റ് വൈകിയത് ഇവിടെ ജയ്ഹിന്ദ് ചാനലുണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിയുടെ ചാനലാണല്ലോ ജയ്ഹിന്ദ്. അവർ നടത്തിയ ഒരു ലൈവ് പരിപാടി, അതിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എറണാകുളം DCC പ്രസിഡന്റാണ് പങ്കെടുത്തത്. ആ ലൈവ് പരിപാടി ചോറ്റാനിക്കരയിൽ കഴിഞ്ഞ ദിവസം നിരവധി ദിവസം പ്രശ്നങ്ങളുണ്ടായ മേഖലയിൽ ആ ഒരു വീടിൻ്റെ മുറ്റത്താണ് വച്ചിരുന്നത്. ലൈവ് പരിപാടിയായിരുന്നു. അതിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. CPM-നെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തു. അവിടെ ഇതുപോലെ തന്നെ ഒരമ്മ വന്ന് ഭയങ്കര പ്രതിഷേധം ഉണ്ടാക്കി. ആ അമ്മയുടേതുൾപ്പെടെ ഒരു കുടുംബത്തിലെ 8 വീടുകൾ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ്. ഞാൻ ഈ നഷ്ടപരിഹാര പാക്കേജും ഈ പദ്ധതിയുടെ ഗുണഗണങ്ങളും എല്ലാം അവിടെ വിശദീകരിച്ചു. എന്നിട്ട് ആ അമ്മയോട് ചോദിച്ചു, ഇത്തരത്തിലുള്ള നഷ്ടപരിഹാര പാക്കേജ് തന്നാൽ ഈ വികസനത്തെ പിന്തുണയ്ക്കുമെന്ന് വെച്ചപ്പോൾ അമ്മ പറഞ്ഞത്, ഇത് കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇത് കിട്ടുമെന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ ഈ സർക്കാരിനെതിരല്ല, വികസനത്തിനെതിരല്ല, ഞാൻ അന്നേ സമ്മതിച്ചേനെ എന്ന ആ ചടങ്ങിൽ ലൈവ് പരിപാടിയിൽ പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതിപ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും, കാരണം കോൺഗ്രസും BJP-യുമാണല്ലോ സമരത്തിൻ്റെ പിന്നിൽ. അതുകൊണ്ട് തന്നെ നല്ല കോൺഗ്രസ്സുകാർ, അതുപോലെ തന്നെ മുൻ പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ള കോൺഗ്രസ്സുകാർ, BJP-ക്കാർ വന്ന് എത്ര തരത്തിലും ആനുകൂല്യം കിട്ടിയാലും ഞങ്ങൾ പിന്മാറില്ലെന്ന് പറയുന്ന സാഹചര്യമുണ്ട്. മറിച്ച് ഇപ്പോൾ മാമലയിൽ തന്നെ ശിവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, കോൺഗ്രസ്സുകാർ പുള്ളി ഇല്ലാത്തപ്പോൾ കല്ല് പറിച്ച് കളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് കല്ല് കൊണ്ടുവന്ന് തിരിച്ചിടിച്ച സാഹചര്യം കണ്ടു. ചെങ്ങന്നൂരിൽ നിന്ന് ഇന്നലെ വന്ന വാർത്തയുണ്ട്. പക്ഷേ ഇതെല്ലാം ഞാൻ അതിൽ വലിയ പ്രാധാന്യം കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊരു പഠനം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ഡിവിഷൻ ബെഞ്ചിനെതിരെ സുപ്രീം കോടതി പോയി. 6 വാചകങ്ങളല്ലേ സുപ്രീം കോടതിയുടെ ഉത്തരവിലുള്ളത്. സാധാരണ സുപ്രീം കോടതി ഡിസ്മിസ്ഡ് എന്ന് പറഞ്ഞ ഒറ്റ വാചകം എഴുതാറുള്ളൂ. ഇത് മെറിറ്റിലേക്ക് കടന്ന് എഴുതിയല്ലോ. ഒന്നാമത്തെ വാചകം എന്താ? ഇതൊരു പ്രസ്റ്റീജിയസ് പദ്ധതിയാണ് കേരളത്തിൻ്റെ എന്ന് അംഗീകരിച്ചു. 2, സിംഗിൾ ജഡ്ജ് നിയമവിരുദ്ധമായി അതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം ഇതിൽ പദ്ധതി നിർത്തിവെക്കുന്ന തരത്തിൽ ഇടപെടാൻ പാടില്ലായിരുന്നു. ഓട്ട് ടു ഹാവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓട്ട് നോട്ട് ഹാവ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇടപെടാൻ പാടില്ലായിരുന്നു. 3-ാമത്തെ കാര്യം എന്താ? ഡിവിഷൻ ബെഞ്ച് റൈറ്റ്ലി ഇൻ്റർഫേർഡ്. ആ വാചകത്തിൻ്റെ 2ാം ഘട്ടം
റൈറ്റ്ലി ഡിസ്മിസ്ഡ് എന്നാണ്, റൈറ്റ്ലി ഇന്റർഫേർഡ് ആൻഡ് റൈറ്റ്ലി സെറ്റ് അസൈഡ് എന്നാണ് പറഞ്ഞത്. ഒരു വാചകത്തിൽ തന്നെ 2 തവണ റൈറ്റ്ലി എന്ന് സുപ്രീം കോടതി ഉപയോഗിച്ചേക്കുക. ശരിയായ തരത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടു എന്ന രൂപത്തിൽ. മൂന്നാമത് പറഞ്ഞത് ഡിവിഷൻ ബെഞ്ച് നടത്തിയ ഈ വിധിന്യായം, അതായത് 91 പാരഗ്രാഫും 57 പേജും അതിലേക്ക് ഇടപെടുന്നില്ല, അത് പൂർണ്ണമായും ശരിയാണെന്ന് പറഞ്ഞു. സാധാരണ SLPയിൽ ഡിസ്മിസ്ഡ് പറഞ്ഞാലും ഈ ജഡ്ജ്മെന്റിന്റെ മെറിറ്റിലേക്ക് കടക്കാത്ത സാഹചര്യമാണ് പലപ്പോഴും ഉള്ളത്. എന്നാൽ ഇത് മെറിറ്റിലേക്ക് കടന്ന് സിംഗിൾ ജഡ്ജ് ഈ പദ്ധതി നിർത്തിവെക്കുന്ന തരത്തിൽ ഇടപെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ വാചകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഈ ചർച്ചയ്ക്കൊക്കെ വിധേയമാകുന്നത് ഇന്നലെയും മിനിങ്ങാന്നും സിംഗിൾ ബെഞ്ചിൽ നിന്ന് വന്ന കമന്റ് ആയിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കല്ലിട്ട് ഏതാ ചോദ്യങ്ങളൊക്കെ, അതായത് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ഒരു ഇടപെടലും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് കൃത്യമായി പറഞ്ഞത്. വിമർശനത്തിന് വിധേയമാക്കിയിട്ടുമുണ്ടല്ലോ. പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്നൊക്കെ കോടതി പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ലല്ലോ, അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറില്ല. അപ്പോൾ അതിനെയും വിമർശിക്കുന്നവരുണ്ട്. ചില ഘട്ടങ്ങളിൽ കോടതിയുടെ പരാമർശങ്ങൾ നമ്മൾ വിമർശിക്കാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധി വന്ന പശ്ചാത്തലത്തിൽ കോടതിയുടെ ഓരോ വാചകവും നിങ്ങൾക്ക് അമൂല്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ആ വിഷയം നമ്മൾ എടുക്കുന്നത് അതല്ല. ഇന്നിപ്പോൾ നടക്കുന്നു, ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഒരു വശത്ത് കോടിയേരി പറയുന്നു. ഇതാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ പ്രധാനം അരുൺ, അല്ലേ? സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് ക്ഷമയോടെ പറഞ്ഞു തരിക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം. അപ്പോൾ അതിനെ പരിഹസിക്കുകയല്ലാതെ കൃത്യമായ മറുപടി നൽകും. താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ചോറ്റാനിക്കരയിൽ വിശദീകരിച്ചപ്പോൾ അവിടെ ഒരു വീട്ടമ്മ നഷ്ടപരിഹാരം സംബന്ധിച്ച് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയായിരുന്നു, അവർക്ക് ആ തെറ്റിദ്ധാരണ മാറിയെന്ന്. അങ്ങനെയെങ്കിൽ MLA അരുൺകുമാറിന് ആ കാര്യം വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അവിടെയും ഒരു വീട്ടമ്മമാരടക്കമുള്ളവരാണ് പ്രതിഷേധിച്ച് MLA പറഞ്ഞു വിട്ടത്. പല സ്ഥലത്തും പല പ്രശ്നങ്ങളാണ്, ഒരൊറ്റ പ്രശ്നമല്ലല്ലോ. ബഫർ സോണിന്റെ പ്രശ്നം മറ്റൊന്നാണ്, 2 ലൈനുകൾക്കിടയിൽ കഴിയുന്ന കുടുംബങ്ങളുടെ പ്രശ്നം മറ്റൊന്നാണ്. ഒരു നഷ്ടപരിഹാരം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അതിന്റെ കണക്കെടുത്തിട്ടുണ്ടോ? നഷ്ടപരിഹാരം ബഫർ സോണിന് ഇല്ല എന്ന് മാത്രം നിങ്ങൾ പറയുന്നു, പക്ഷെ അവർ എന്തു ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിനുകൂടി മറുപടി കണ്ടെത്തേണ്ടേ അരുൺ? അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണ്ടേ? അത് സ്മൃതി, പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഓഫ് ഗവൺമെന്റ് എന്നോ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഓഫ് CPM എന്നല്ല പറഞ്ഞേ, പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് ഓഫ് കേരള എന്നാ പറഞ്ഞേ. നമ്മളെല്ലാവരും പെടൂലോ കേരളത്തിൽ. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ചാമക്കാലയും പെടും, ശ്രീ S രാജീവനും പെടും, എല്ലാവരും പെടും. സുപ്രീം കോടതിയാണ് പറഞ്ഞത്, വേറെ ആരുമല്ല. 13 സംസ്ഥാനങ്ങളിലും ആരും എതിർക്കുന്നില്ല. അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെ എന്താ കോൺഗ്രസും BJPയും എതിർക്കാത്തത്? ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം കടമെടുത്താൽ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ ആശങ്കകളും കൃത്യമായി അഡ്രസ്സ് ചെയ്യും. ഇതൊരു പുതിയ പ്രോജക്റ്റ് ആണല്ലോ, പണ്ട് നമ്മൾ നടത്തിയ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ മുന്നിൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യൂ, ചോദ്യങ്ങൾക്ക് വ്യക്തമായ കൃത്യമായ മറുപടി നിങ്ങൾ നൽകൂ, അവിടെ കഴിയും പ്രശ്നം. അതുകൊണ്ടല്ലേ ഈ സമരസമിതി അടക്കം വിവിധ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പക്ഷെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം അരുൺ, അവിടെയാണ് പ്രശ്നം. ആരാണ് ഈ KP കണ്ണൻ എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നം. KP കണ്ണൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയാൽ അതാണ് വേണ്ടത്. വ്യക്തമായ മറുപടി നിങ്ങൾ മതി അരുൺ. ഈ ബഫർ സോണുമായി ഞാൻ ചോദിച്ച ചോദ്യത്തിനൊരു മറുപടി തരാമോ? ഞാൻ കൃത്യമായി തരാം. സാമൂഹ്യാഘാത പഠനം ആരംഭിക്കുന്നതേ ഉള്ളൂ 11 ജില്ലകളിലും. അത് ആ പഠനം നടത്താൻ പോലും അനുവദിക്കാതെ ആ പഠനത്തിന് ശേഷം കൃത്യമായി ഉണ്ടാക്കുന്ന റിപ്പോർട്ടിന് മുൻപേ തന്നെ മുഴുവൻ ആളുകളെയും നേരിട്ട് കേൾക്കാൻ നിയമത്തിൽ തന്നെ വകുപ്പുകൾ ഉണ്ടായിരിക്കെ സുപ്രീം കോടതി തന്നെ സാമൂഹ്യാഘാത പഠനം കൊണ്ട് ഒരാൾക്കും പ്രിജുഡിസ് ഉണ്ടാകും, ആ വാക്ക് തന്നെ സുപ്രീം കോടതി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഒരു ഭൂമി നഷ്ടപ്പെടുന്ന ആൾക്കും പ്രിജുഡിസ് ഉണ്ടാകും എന്ന് വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ആ നിയമപരമായിട്ടുള്ള പ്രോസസ്സിലൂടെ കടന്നു പോകട്ടെ. അത് പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഈ ഒബ്ജക്ഷൻ എല്ലാം രേഖപ്പെടുത്താം. അതിനു മുമ്പ് പഠനം പോലും അനുവദിക്കില്ല എന്ന് പറയുന്നത് എന്ത് നിയമസാധുതയാണ്? ഞാൻ അതിലേക്ക് വരിക, ഞാൻ അതിലേക്ക് വരട്ടെ. കല്ലിടലുകൾക്ക് ഒരു ചരിത്രമുള്ളത് കൊണ്ടാണ് അരുൺ. കല്ലിടൽ ഇപ്പോൾ മാത്രമല്ലല്ലോ, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ആ കല്ലുകൾ വർഷങ്ങളായി വീടുകൾക്ക് മുന്നിൽ കല്ലുകൾ ഉള്ളത് കൊണ്ട് അനങ്ങാൻ പറ്റാത്ത കുടുംബങ്ങളുണ്ട്. ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് അത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇവിടെ കൊച്ചി തേനി റെയിൽപാതയ്ക്കായി കല്ലിട്ടത് 34 വർഷമായി. ആ കല്ല് അവിടെയുള്ളത് കാരണം അവിടെ നിന്ന് എങ്ങോട്ടും നീങ്ങാൻ വയ്യ, വായ്പ എടുക്കാൻ വയ്യ, സ്ഥലം വിൽക്കാൻ വയ്യ. അങ്ങനെയും ചില കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് തൃപ്പൂണിത്തറയിലാണ്, തൃപ്പൂണിത്തറ ബൈപ്പാസിനായി കല്ലിട്ട് 34 വർഷമായി എന്ന് ചില കുടുംബങ്ങൾ പറയുന്നു. അവിടെ വീണ്ടും കേരളിന്റെ കല്ലുകൂടി വരികയാണ്. കല്ലുകൾക്കിടയിൽപ്പെട്ട് അനങ്ങാൻ പറ്റാത്ത ചില കുടുംബങ്ങളുണ്ട്. അതുകൂടി പരിശോധിക്കണ്ടേ? ഈ കല്ലെന്ന് പറയുന്നത് നിങ്ങൾ വലിയ പ്രശ്നമാക്കണ്ട എന്ന് മന്ത്രിമാർ പറയുന്നു, നിങ്ങൾ പറയുന്നു. പക്ഷെ അവരുടെ അനുഭവം മറിച്ചാണ്. നേരത്തെയുള്ള അനുഭവങ്ങളുണ്ട്.
അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ളത്? സ്മൃതി, നേരത്തെയുള്ള പല അനുഭവങ്ങളും മാറ്റിയ അത്തരത്തിൽ അനുഭവത്തിലേക്ക് പോകാത്ത ഒരു സാഹചര്യമാണല്ലോ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ളത്. ഇന്നലെ എന്താ നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്? ഒരു തരത്തിലും ഏതെങ്കിലും ബാങ്ക് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭൂമിയുടെ അലൈൻമെന്റ് പോകുന്ന മേഖലയിലുള്ളവർക്ക് ലോൺ നിഷേധിച്ചാൽ ബാങ്കുകളുടെ കൺസോർഷ്യം വിളിച്ചുകൂട്ടി അടിയന്തരമായി ഗവൺമെന്റ് ഇടപെടും, ഒരാളുടെയും ലോൺ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരു തരത്തിലുള്ള നിരോധന ഉത്തരവും. ലോൺ കിട്ടാത്തവരുണ്ട് അരുൺ. അതിപ്പോൾ ഈ അടുത്ത് ഈ കേരളയിലെ കല്ലുമായി ബന്ധപ്പെട്ട് തന്നെ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. എത്ര പ്രതികരണങ്ങൾ വന്നിരിക്കും. നിങ്ങളൊരു കണക്കെടുപ്പ് നടത്തൂ. അത് ചെയ്തിട്ടുണ്ടോ? ഒരു കണക്കെടുപ്പ് നടത്തൂ. ലോൺ കിട്ടാത്തവരുടെ കണക്കുകൾ പരിശോധിക്കാം എന്നൊരു തീരുമാനം ഉണ്ടാകുമോ? ഞാൻ ഏതെങ്കിലും ഒരു വാചകം എന്നെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചോ ഈ ചർച്ചയിൽ? ഇങ്ങനെ ഇടപെടരുത്. ഞാനൊരു വാചകം പറഞ്ഞ് മുഴുവിപ്പിക്കണ്ടേ? ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ഒരു വാചകം കോട്ട് ചെയ്യുമ്പോൾ അതുപോലും പറഞ്ഞ് പൂർത്തീകരിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലാത്ത രീതി വരരുത്. ഇത് ശരിക്കും മര്യാദകേടാണിത്. അരുൺ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് ഞങ്ങൾ വരുന്നില്ല. കാരണം ഞങ്ങൾ ഈ 9 മണിക്ക് ഇവിടെ വന്ന് ഈ ചർച്ചയിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ അഭിപ്രായം പറയാനാണ്. ഈ രീതി പറ്റില്ല. ഞാൻ പറഞ്ഞത് ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് 530 കിലോമീറ്റർ. പക്ഷെ ഒറ്റ വാചകം എന്നെ പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതിലെല്ലാം ഇടപെടുകയായിരുന്നു. 530 കിലോമീറ്റർ ആണ് ഈ സിൽവർ ലൈൻ കടന്നു പോകുന്നത്. 9347 പേർക്ക് വീട് അല്ലെങ്കിൽ സ്ഥലം നഷ്ടപ്പെടുമെന്നാണ് കണക്ക്. അതിൽ ആർക്കു വേണമെങ്കിലും ഭൂമി വിൽക്കാൻ കഴിയാതെ വരികയോ മറ്റു തടസ്സങ്ങൾ വന്നാൽ, ആ പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കാൻ കഴിയാതെ വന്നാൽ ഗവൺമെന്റ് ബാങ്കുകളുടെ കൺസോർഷ്യത്തെ വിളിച്ചുകൂട്ടി ഇടപെടുമെന്ന് പറഞ്ഞത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ്. പണ്ട് കല്ലിട്ട ചരിത്രമൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ പണ്ടിട്ട കല്ലും അതിന്റെ പദ്ധതികളും ഇട്ടുപോയത് UDF. ആ സമയത്ത് സമയബന്ധിതമായി പൂർത്തീകരിച്ച ചരിത്രം LDF-നുണ്ട്. 41 കൊല്ലമായി പണി മുടങ്ങിക്കിടന്ന കൊല്ലം ബൈപ്പാസും 36 കൊല്ലമായി പണി മുടങ്ങിക്കിടന്ന ആലപ്പുഴ ബൈപ്പാസ് ഉണ്ട്. ഇപ്പൊ തീരദേശ ഹൈവേ, മലയോര ഹൈവേ പണി നടക്കുന്നു. നമുക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 6 കൊല്ലത്തെ ചരിത്രം എടുത്ത് നോക്ക്. പല പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിച്ചു. അതുകൊണ്ട് 2 വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിക്കുമെന്നും 3 വർഷം 24 മണിക്കൂർ ഗുണം 5 സെക്ടർ ഗുണം 3 വർഷം അങ്ങനെ 3 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുന്നു പറഞ്ഞത് സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ. അദ്ദേഹമാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കല്ലിട്ട് പോയി എന്ന് വെച്ച് ഒരാളും ദുഃഖിക്കേണ്ടി വരില്ലെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞു. ഇത് പഴയ സാഹചര്യം ഒന്നും വെച്ച് നിങ്ങളിങ്ങനെ വിലയിരുത്തണ്ട. കാരണം ഒരു നവകേരളത്തിലേക്ക് കേരളം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരുത്താതെ ഒരു സംരംഭകരെയും നമുക്ക് കേരളത്തിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ വരില്ല. വലിയ വലിയ മീറ്റുകൾ ഇവിടെ നടത്തി. ആ മീറ്റുകളിൽ പല ആളുകളും സംരംഭകർ വന്ന് തിരിച്ചു പോകുന്ന സാഹചര്യം മുൻ വർഷങ്ങളിൽ നാം കണ്ടില്ലേ? ജിം അടക്കം എത്രയോ മീറ്റുകൾ കണ്ടു. അപ്പോൾ ഇവിടെ റോഡ്, റെയിൽവേ, ഊർജം, സമഗ്രമായിട്ടുള്ള വികസനം വേണം. ആ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാതയുടെ പണി ഇപ്പോൾ പൂർത്തീകരിക്കുമ്പോൾ റോഡാകും. സിൽവർ ലൈൻ പൂർത്തീകരിക്കുമ്പോൾ 5 കൊല്ലം കൊണ്ട് റെയിൽവേ ആകും. ഊർജ്ജ രംഗത്തും നിരവധി പദ്ധതികൾ നടപ്പാക്കുകയാണ്. ഇപ്പോൾ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുണ്ട് ഇടമൻ, നമുക്കറിയാലോ എത്രയോ പദ്ധതികൾ പൂർത്തീകരിച്ചു ഈ കാലയളവിൽ. അതുപോലെ തന്നെ വ്യവസായ ഇടനാഴി അടക്കം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് ഈ പദ്ധതി ഒഴിച്ചുകൂടാൻ പറ്റില്ല. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞത് ഈ പ്രസ്റ്റീജിയസ് പദ്ധതിയെ മാധ്യമങ്ങൾ ദിവസം ചർച്ച നടത്തി കുളമാക്കരുത്. അരുൺ, എനിക്ക് ഇനി ഇടപെടാമല്ലോ. ഈ 3 വർഷത്തെ കണക്ക് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുമ്പോൾ KP കണ്ണനെ പോലുള്ളവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതിനുകൂടി മറുപടി. കൊച്ചി മെട്രോ 4.1 കിലോമീറ്റർ കണക്കിൽ 6 വർഷം കൊണ്ട് പൂർത്തിയാക്കിയത് 25 കിലോമീറ്റർ ട്രാക്ക്. ഈ കണക്കിൽ 530 കിലോമീറ്റർ സിൽവർ ലൈൻ തീർക്കാൻ 129 വർഷം വേണ്ടിവരും. ഡൽഹി മെട്രോ 14.4 കിലോമീറ്റർ പൂർത്തിയാക്കിയത് 1 വർഷത്തിൽ. ഇതേ കണക്കിൽ സിൽവർ ലൈൻ പൂർത്തിയാക്കാൻ വേണ്ടത് 37 വർഷം. അപ്പോൾ ഈ 3 വർഷത്തെ കണക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. കേട്ടില്ലല്ലേ? കേരളത്തെ 5 സെക്ടറായി തിരിക്കും. 530 പാതയെ ഏകദേശം 105 കിലോമീറ്ററുള്ള 5 സെക്ടറായി തിരിക്കും. അതിനുശേഷം 24 മണിക്കൂറും 3 ഷിഫ്റ്റായി പണി നടക്കും, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും. 24 മണിക്കൂർ ഗുണം 365 ഗുണം 3. അത്തരത്തിൽ ഈ പണി പൂർത്തീകരിക്കാൻ പാകത്തിന് നിരവധി സബ് കോൺട്രാക്ടറുകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരേ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ആന്റിസിപ്പേറ്റ് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഈ സർവേ ഒന്ന് പൂർത്തീകരിക്കട്ടെ സ്മൃതി. ഈ സർവേ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പം നിരന്തരം ചർച്ചകൾ നടക്കുന്നത്. പരമോന്നത നീതിപീഠം വരെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് സർവേ നടത്ത്, സാമൂഹ്യാഘാത പഠനം നടത്ത് എന്ന് പറഞ്ഞിട്ടും
അത് നടത്താതിരിക്കാനുള്ള പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പഠനം പൂർത്തീകരിക്കും, പദ്ധതി പണി ആരംഭിക്കും, സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പോകുന്നത്. കാരണം ഇത് അത്ര മാറ്റമാണ് കേരളത്തിൽ വരുത്താൻ പോകുന്നത്. ടൂറിസം രംഗത്ത്, സംരംഭകരുടെ കാര്യത്തിൽ, നിക്ഷേപ രംഗത്ത്, തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ വലിയ മാറ്റം വരും. ഇതിനു മുമ്പ് നമുക്ക് നടന്ന വലിയ പദ്ധതി എന്ന് പറയുന്നത് മെട്രോ ആണല്ലോ. മെട്രോ ഒരാളുടെ മേൽനോട്ടത്തിലാണ് മുഴുവൻ പദ്ധതി നടന്നിട്ടുള്ളത്. അതും KP കണ്ണൻ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. സംശയത്തിന് മറുപടിയായി പറഞ്ഞാൽ മതി, പരിഹാസം ഒഴിവാക്കി ഒന്ന് മറുപടി തന്നാൽ വലിയ ഉപകാരം. സംശയമാണ് ചോദിക്കുന്നത്. ഒരാളുടെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടന്നത്. ഒരാളുടെ മേൽനോട്ടത്തിലല്ലാതെ ഇത്തരം പദ്ധതികൾ നടത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ കോൺട്രാക്ട്, സബ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ പല ആളുകൾ പല മേഖലകളിലായി നിന്ന് ഒരേ സമയം ഇത് പൂർത്തിയാക്കേണ്ടി വരും. അത് സാധ്യമല്ല ഇത്തരം പദ്ധതികളിൽ എന്നാണ് പറയുന്നത്. അപ്പോഴെങ്ങനെയാ അതിനെങ്ങനെയാണ് താങ്കൾ മറുപടി നൽകുന്നത്? അല്ല, അതിൽ കൃത്യമായി കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരേ രൂപത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേഖലയെ 5 സെക്ടറായി തിരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൃത്യമായി ഇതിന്റെ പ്ലാൻ തയ്യാറാക്കി വെക്കുകയല്ലേ. അതിൽ ഇപ്പോൾ പലർക്കും ആശങ്കയുണ്ട്, സംശയമുണ്ട്. എന്താ സംശയം? മുൻപ് ഇത്തരത്തിലുള്ള പദ്ധതി നമ്മൾ നടപ്പാക്കിയിട്ടില്ല. ഇത് ആദ്യത്തെ പദ്ധതിയാണ്. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള 8 പദ്ധതി ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇത് പുതിയ പദ്ധതിയാണെന്നുള്ള രീതിയിൽ സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ പ്രവൃത്തിയിലൂടെ നിവാരണം ചെയ്ത് കൃത്യമായി പദ്ധതി നടപ്പാക്കി തെളിയിക്കാൻ തന്നെയാണ് ഗവൺമെന്റും കേരള ഡെവലപ്മെന്റ് കോർപ്പറേഷനും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംശയങ്ങൾ വച്ച് ചർച്ച സംഘടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ആശങ്ക വേണ്ട. ഇവിടെ പ്രവൃത്തിയാണ് കാര്യം. പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഗവൺമെന്റ് കൃത്യമായി ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി പോകും. പ്രോജക്ട് റിപ്പോർട്ട്, കുട്ടികളുടെ പ്രോജക്ട് റിപ്പോർട്ടല്ലേ സ്മൃതി കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യത്തിന്റെ കാര്യത്തിലും ശരിക്ക് പ്രോജക്ട് റിപ്പോർട്ട് കണ്ടത് 2017 2018 19 20 അല്ലേ? ഇത്ര പദ്ധതികൾ പൂർത്തീകരിച്ചു, ഇത്ര പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രകടന പത്രികയിൽ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങൾ നടപ്പാക്കുന്ന ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അതെല്ലാം നടപ്പാക്കിയല്ലോ. മുഴുവൻ ജില്ലയിലും സഞ്ചരിച്ച് മുഴുവൻ ആളുകളെയും കണ്ടിട്ടല്ലേ അഭിപ്രായം സ്വരൂപിച്ചത്. പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ ആളുകൾക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല, ഈ കല്ലിടുന്നത് കൊണ്ട് ലോൺ കിട്ടുന്നില്ല, ആളുകൾക്ക് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. ഈ പ്രശ്നം യഥാർത്ഥമാണ്, പലരുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിന് ധനമന്ത്രിയുടെ മറുപടി, ബാങ്കുകളുടെ കൺസോർഷ്യം വിളിക്കും, അങ്ങനെ ഒരു പരാതി ഉണ്ടായാൽ പരാതി പരിഹരിക്കാനുള്ള മാർഗം തേടുമെന്ന് ധനമന്ത്രി പറഞ്ഞതിനോടുള്ള പ്രതികരണം, അത് വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ? എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? കേരളയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാപട്യമാണല്ലോ. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചില്ലേ, ബാങ്കിൽ പണയപ്പെടുത്താൻ കഴിയുമോ കല്ലിട്ട് കഴിഞ്ഞാൽ എന്ന് ചോദിച്ചില്ലേ? മുന്നറിയിപ്പില്ലാതെ വീട്ടിൽ കടന്നു ചെല്ലുന്നത് ശരിയാണോ എന്ന് ചോദിച്ചില്ലേ? അപ്പോൾ ഹർജിയിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുതെന്നാണ് കോടതിയോട് സർക്കാർ പറഞ്ഞത്. ദേവൻ രാമചന്ദ്രൻ്റെ പരാമർശമാണ്. എന്ന് പറഞ്ഞാൽ ഹർജിയിൽ ഇല്ലാത്തതുകൊണ്ട് ഇത് പറയുന്നത് ആരാണ്, ഏത് സർക്കാരാണെന്ന് ആലോചിക്കണം. UDFൻ്റെയും BJPയുടെയും സർക്കാരല്ല, ഒരു ഇടതുപക്ഷ സർക്കാരാണ്. 2018 സെപ്റ്റംബറിലാണ് ഇതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ തത്വത്തിലുള്ള അനുമതിയെല്ലാം കിട്ടിയത്. 4 കൊല്ലമായി. 2024 പണി പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെയും ഭൂമിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടില്ല. സാമൂഹ്യാഘാത പഠനം നടത്താൻ ഇവർ തീരുമാനിച്ചിരുന്നോ? ഈ സർക്കാർ KRDCL സാമൂഹ്യാഘാത പഠനം നടത്താൻ തീരുമാനിച്ചിരുന്നോ? DPRൽ സാമൂഹ്യാഘാത പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെയാണ് അതിന് സാധ്യമായത്? ചില ആളുകൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തതിനെ തുടർന്നാണ് കേരള കമ്പനി ഹൈക്കോടതിക്ക് കൊടുത്ത സത്യവാങ്മൂലത്തിലാണ് പറഞ്ഞത്, ഞങ്ങൾ 2013 ആക്ട് അനുസരിച്ച് സാമൂഹ്യാഘാത പഠനവും നടത്തി കേന്ദ്രാനുമതിയൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾ ഭൂമി ഏറ്റെടുക്കുമെന്നാണ്. അതിനുശേഷമാണ് സാമൂഹ്യാഘാത പഠനത്തിൽ ടെൻഡർ ക്ഷണിച്ചത്. പരിസ്ഥിതിയാഘാത പഠനം എങ്ങനെ ഉണ്ടായി? ചെന്നൈ കോടതിയിൽ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഹാജരാക്കിയ 3 മാസത്തെ റാപ്പിഡ് പഠനം അത് തള്ളിക്കളഞ്ഞു. അക്രഡിറ്റഡ് ഏജൻസിയല്ല. ഇവർ കരുതിയത് റെയിൽവേക്ക് പരിസ്ഥിതിയാഘാത പഠനം വേണ്ടല്ലോ, എങ്കിലും ഞങ്ങൾ നടത്തി എന്ന് മേനിനടിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്ന് കാണിച്ചത്. അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് 14 മാസത്തേക്ക് 96 ലക്ഷം രൂപയ്ക്ക് വീണ്ടും ആ പഠനം നടത്തേണ്ടി വന്നത്. എന്തിനാണ് അവരത് നടത്തിയത്? ജയ്ക്കയ്ക്ക് കൊടുത്ത് കാശ് വാങ്ങാൻ വേണ്ടിയാണ്. ജയ്ക്ക പോലെയുള്ള ഇൻ്റർനാഷണൽ സ്ഥാപനങ്ങൾക്ക് പരിസ്ഥിതിയാഘാത പഠനത്തിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം, അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. അതാണ് കോടതി തള്ളിക്കളഞ്ഞത്. അപ്പോൾ അതാണ് വിഷയം. ഇപ്പോൾ ഈ കല്ലിടുന്നതിന് ഇത്ര ധൃതി പിടിച്ച് കല്ലിട്ട് ഇത്ര ശതമാനം ആളുകളിൽ നിന്നും സമ്മതിപത്രം മേടിച്ചു എന്ന് പറഞ്ഞില്ലെങ്കിൽ അനുവാദം മേടിച്ചു എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത്
ഈ പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെ റിപ്പോർട്ടുമായിട്ട് ജയിക്കുന്ന എത്രയും പെട്ടെന്ന് ലോൺ സംഘടിപ്പിക്കാനും ഈ കല്ലിൻ്റെ കമ്മീഷനുമൊക്കെ വേണ്ടിയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും ഓരോ ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ളത് തെറ്റായ സംഗതികളാണ്. എലവേറ്റഡ് പാതയ്ക്ക് വേണ്ടിയല്ലേ തത്വത്തിലുള്ള അനുമതി മേടിച്ചത്? അത് താഴേക്ക് എങ്ങനെ വന്നു? ആരാണ് അത് തീരുമാനിച്ചത് താഴേക്ക് കൊണ്ടുവരാൻ? ഇങ്ങനെയാണല്ലോ, എലവേറ്റഡ് പാതയ്ക്കാണ്. അത് കൃത്യമായ രേഖയുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അയച്ച, മുഖ്യമന്ത്രിക്ക് അയച്ച കത്തുണ്ടല്ലോ, അതിനകത്ത് അത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എലവേറ്റഡ്. അതെങ്ങനെ താഴേക്ക് വന്നു? 88 കിലോമീറ്ററേ ഉള്ളൂ എലവേറ്റഡ്. മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, 115 കിലോമീറ്റർ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്, നെൽപ്പാടങ്ങളിലൂടെ പോകും, അതിൽ 88 കിലോമീറ്റർ എലവേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ബാക്കി നികത്തുമെന്നല്ലേ എൻ്റെ അർത്ഥം. ബാക്കി ഭൂമി എന്ത് ചെയ്യും? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതുപോലെ തന്നെ 123 കോടി രൂപയാണ് 1 കിലോമീറ്റർ വയഡക്റ്റിന് ഒരു സാധ്യതാ പഠനത്തിൽ എസ്റ്റിമേറ്റ് ഇട്ടത്. അത് 19-ൽ 20 അത് 33 കോടിയായി. എങ്ങനെ കുറഞ്ഞു? 64,000 കോടിയാക്കി ചെലവ് കുറയ്ക്കാൻ വേണ്ടി 1,26,000 കോടി അവർ കണക്കൂട്ടിയപ്പോൾ ആയി. അത് തന്നെയാണ് നീതി ആയോഗ് പറഞ്ഞത്. അതുപോലെ തന്നെ റൈഡർഷിപ്പിൻ്റെ കാര്യം കൃത്രിമമല്ലേ? എങ്ങനെ ഇത്രയും ആളുകൾ കയറും? അതിനകത്ത് കൃത്രിമം കാണിച്ചിട്ടുണ്ട്. സിസ്ട്ര തന്നെ പറഞ്ഞല്ലോ, ഇത് സ്റ്റാൻഡേർഡ് ഗേജിലേക്ക് മാറാൻ, എലിവേറ്റഡ് എന്നുള്ളത് താഴേക്ക് മാറാനായിട്ട് KRDCയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തെന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കോ, അടി മുതൽ മുടി വരെ ഇതിനകത്ത് കൃത്രിമങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദേശാഭിമാനി കണ്ടില്ലേ, 16 ലക്ഷം രൂപ കൊടുക്കുമെന്നാണ് പറഞ്ഞു ഒരു സെൻറ്റിന്. എന്ന് പറഞ്ഞാൽ 45,000 കോടി രൂപ ഈ ദേശാഭിമാനിയിലെ കണക്കനുസരിച്ച് ഭൂമിക്ക് വേണ്ടി മാത്രം കൊടുക്കേണ്ടി വരും. ആകപ്പാട് 63,943 കോടി രൂപയുള്ളൂ എസ്റ്റിമേറ്റ്. 45,000 കോടി DPRൽ ഇപ്പൊ DPRൽ 6,100 കോടി രൂപയെ മാറ്റി വെച്ചിട്ടുള്ളൂ. DPRൽ 6,100 കോടി രൂപയാണ് ഭൂമിക്ക് വേണ്ടി മാറ്റിവെച്ചേക്കുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഹെക്ടറിന് 9 കോടിയെന്നാ. ഹെക്ടറിന് 9 കോടിയെന്നാ. അപ്പോൾ ഇവർ പറയുന്ന ഈ 4 ഇരട്ടിയോ ഈ 16 ലക്ഷമോ ദേശാഭിമാനി എന്തിനാ അത് എഴുതിയത്? എന്തിനാ എഴുതിയത്? വീടുകളിൽ ചെന്ന് പറയുന്നത് എന്താ? ഒരു മന്ത്രിയാണ് ചെന്നിട്ട് പാവപ്പെട്ടവനോട് പറയും, നിങ്ങൾക്ക് 4 ഇരട്ടി തരും, നിങ്ങൾക്ക് വീട് വെച്ച് തരും, നിങ്ങൾക്ക് താക്കോലി ഇട്ടിട്ട് നിങ്ങൾ മാറിയാൽ മതി. അങ്ങനെ ഒന്നുമില്ല, കാശ് കൊടുക്കും, അത്രേ ഉള്ളൂ. ഇവർ ഓരോരുത്തർ ഈ മൂലമ്പള്ളിക്കാരോട് ഇത് തന്നെ പറഞ്ഞത്. രേഖയുണ്ട്, ഞാനത് തരാം. മൂലമ്പള്ളിക്കാരും ഇപ്പൊ ഈ വിഷയത്തിൽ പറയുന്നത് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. മൂലമ്പള്ളിക്കാർക്ക് സർക്കാർ എഴുതി കൊടുത്തിട്ടുണ്ട്, ചെങ്ങറക്കാർക്കും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പുനരധിവാസം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്തിന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. തൊഴിൽ, പിന്നെ വീട് വെക്കുന്നവരെ വാടക, പിന്നെ അങ്ങനെ ഒരുപാട് സംഗതികൾ എഴുതി കൊടുത്തിട്ടുള്ള എവിടെങ്കിലും നടന്നിട്ടുണ്ടോ? പിന്നെ ഈ വർത്തമാനം പറഞ്ഞ ആളുകളെ വിഡ്ഢികളാക്കരുത്. പാവപ്പെട്ട ആളുകളെ നിങ്ങളിങ്ങനെ ചതിക്കരുത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരുപാട് എന്നുള്ള ധനമന്ത്രിയുടെ പ്രതികരണം, അതിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങളിപ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, പക്ഷേ അത് നടപ്പാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാമല്ലോ. ബാങ്കുകളെ സംബന്ധിച്ച് എന്താ വേണ്ടത്? ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് ഈ രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചല്ലേ പ്രവർത്തിക്കാൻ കഴിയൂ. ഇത്തരത്തിൽ ഈ സർക്കാർ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇത് ലാൻഡ് അക്വിസിഷൻ്റെ ഭാഗമായിട്ടല്ലേ നമുക്ക് കണക്കാക്കാൻ കഴിയൂ. ആ ലാൻഡ് അക്വിസിഷൻ്റെ ഭാഗമായി സർക്കാർ നോട്ടിഫൈ ചെയ്ത ലാൻഡിനകത്ത് വെച്ചുകൊണ്ട് ലോൺ കൊടുക്കണമെന്ന് മന്ത്രിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്കുകൾക്ക് പ്രവർത്തിക്കുന്ന നിയമമുണ്ടെന്നേ. ആ നിയമം അനുസരിച്ചല്ല ബാങ്കുകളെ സംബന്ധിച്ച് സ്വാഭാവികമായി ആ ബാങ്കിന് ഒരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമെന്ന് ഷുവർട്ടിയുടെ പുറത്ത് മാത്രമേ കൊടുക്കാൻ കഴിയൂ. അങ്ങനെ കൊടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ച് വ്യക്തത വേണം. അവർക്ക് ആ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യണം. ആ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുമ്പോൾ സർക്കാരിന് എങ്ങനെയാണ് പറയാൻ കഴിയുക? സർക്കാർ ഇറക്കിയുള്ള നോട്ടിഫിക്കേഷനോട് പരസ്യമായി നിൽക്കുകയല്ലേ? എന്താ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്? അത് തത്വത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതിന് തുല്യമല്ലേ? പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ കൊള്ളാവുന്നത്? ഇതൊക്കെ നാട്ടുകാരെ പറ്റി ഇറങ്ങിയിരിക്കുകയല്ലേ? ഞാൻ കൂടുതൽ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? യു ഡി എഫ് തെറ്റിദ്ധരിപ്പിക്കുന്നു, UDF സമരത്തിൽ എല്ലാത്തിനും വിരുദ്ധമാണ്, UDF ഇതിനെല്ലാം പിന്നെ എതിരാണ്. ഇവിടെ ഈ രാജ്യത്ത് ഞാൻ കഴിഞ്ഞ ദിവസം സ്മൃതി ഉൾപ്പെടെ സംഘടിത ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള എല്ലാ വികസന വിരോധത്തിനും അടിസ്ഥാനമായി നിന്നിട്ടുള്ളത് CPM ആണ്. അത് തുടക്കം മുതൽ അത് പിന്നെ ട്രാക്ടറിന്റെ കേസിലായാലും കമ്പ്യൂട്ടറിന്റെ കേസിലായാലും മെഷീൻ വന്ന സമയത്തായാലും എയർപോർട്ടിന്റെ കാര്യത്തിലായാലും കണ്ണൂർ എയർപോർട്ടിന്റെ കാര്യത്തിലായാലും അല്ല പറയട്ടെ,
ഞാൻ അതിലേക്ക് വരാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങളാണ് ഞങ്ങളായിരുന്നു വികസന സംസ്ഥാനത്തിന്റെ വിരോധികൾ. വികസന ദാഹികൾ നിങ്ങളാണ് എന്നുള്ള വികസന ന്യായമൊക്കെ നിർത്തി വിരോധികൾ. വെച്ചേക്കണം. ഞാനൊന്ന് സംസാരിക്കട്ടെ. അതെ, ഞാനതിന് മറുപടി പറയാം. ഞാൻ അതിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോരുത്. പിന്നെ അതിനിടയ്ക്കൂടെ ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട് എന്താ പിന്നെ ഇവിടെ നടത്തിയിട്ടുള്ള ജിമ്മിനെ കുറിച്ചൊക്കെ 2020 അസെന്റ് നടന്നിട്ടുള്ളത്. അസെന്റിന്റെ അവസ്ഥ എന്താണ് ഇപ്പോൾ? അതുകൊണ്ടൊന്ന് പറയണമല്ലോ. കൂട്ടത്തിൽ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള അസെന്റ് ആണല്ലോ. അതിനെക്കുറിച്ചുകൂടെ പറയണ്ടേ? ഇനി ഇവിടെ എന്താ പറയുന്നത്, കൊല്ലം ബൈപ്പാസിനെ കുറിച്ചോ ആലപ്പുഴ, അതൊരു ഒരുപാട് ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായി ഇത്ര ശതമാനം കൊടുക്കാമെന്നും കേന്ദ്രവുമായി നാഷണൽ ഹൈവേ അതോറിറ്റിയായിട്ട് ധാരണയുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അതെല്ലാം പരിഹരിച്ചിട്ടുള്ളത് എല്ലാവർക്കും പകൽ പോലെ അറിയാം. അതിൽ ആ സ്ഥലത്തുണ്ടായിരുന്ന അന്നത്തെ എംപിമാർ ശ്രീ കെ സി വേണുഗോപാലിൻ്റെയും ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ്റെയും ഒക്കെ പങ്കുമൊക്കെ വളരെ വ്യക്തമാണ്. അവിടെ ചെന്ന് ഉദ്ഘാടനം നടത്തിയിട്ടല്ല ഞങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ലോ. ഏതായാലും അതൊക്കെ ജനങ്ങൾക്ക് അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പം നാളെ മുതൽ സമരമെല്ലാം തീരും. ഇന്നിപ്പോൾ ഇവരൊക്കെ ചെന്ന് പിന്നെ ചോറ്റാനിക്കലിലൊക്കെ ജനങ്ങളോട് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം ബോധ്യപ്പെട്ടെങ്കിൽ ഒന്നുകിൽ അതിൻ്റെ വീഡിയോ കാണിച്ചാൽ മതി, അല്ലെങ്കിൽ എല്ലാ സഖാക്കന്മാരോടും നാളെ മുതൽ ഇറങ്ങി എല്ലാവരോടും പറഞ്ഞാൽ മതി ഈ സമരമെല്ലാം അവസാനിച്ചല്ലോ, തീർന്നല്ലോ അവിടെ. കാരണം ഞങ്ങൾ പറഞ്ഞെല്ലാം ജനങ്ങൾ കേട്ടു എങ്കിൽ സമരം തീർന്നല്ലോ, പ്രശ്നമില്ലല്ലോ. ഞങ്ങളെ നിങ്ങൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? CPM കോൺഗ്രസിനെയും BJP അല്ലെങ്കിൽ പ്രതിപക്ഷത്തെയും മുഴുവനായിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പോയി പറഞ്ഞ് മനസ്സിലാക്കുന്നേ. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ വസ്തുതാപരമായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നില്ല. നിങ്ങൾക്കതിന് കഴിയില്ല. നിയമപരമായി നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന വിഷയം. പിന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധി ഞാൻ ആധികാരികമായി പറയുന്നു. സിംഗിൾ ബെഞ്ചുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിൽ ഇൻട്രിയം ഓർഡർ ഇടക്കാല ഉത്തരവ് ഈ സർവേ നടത്തുന്നതിന് ഇടക്കാല ഉത്തരവ് പിൻബലത്തിൽ ആ സിംഗിൾ ബെഞ്ച് തടഞ്ഞിട്ടുള്ളത്. ആ ഇടക്കാല ഉത്തരവ് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സർക്കാർ ഹൈക്കോടതിയിൽ പോയത്. ആ ഇടക്കാല ഉത്തരവിനെതിരായിട്ടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ പോയിട്ടുള്ളത്. ഈ കക്ഷികൾ പോയിട്ടുള്ളത് അത് 5 or 6 വീട്ടുകാരാണ്. അവർ പോയിട്ടുണ്ട്. ആ ഇടക്കാല ഉത്തരവ് മാത്രമേ മാറിയിട്ടുള്ളൂ. ആ ഇടക്കാല ഉത്തരവ് മാറുമ്പോഴും അടിസ്ഥാനപരമായ വിഷയം അവിടെ കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ കോടതി അത് വീണ്ടും കേൾക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടെ എന്തൊക്കെ സുപ്രീം കോടതി ജഡ്ജിയെക്കുറിച്ചും ഹൈക്കോടതി ജഡ്ജിമെന്റിനെ കുറിച്ചും ഒക്കെ എന്തൊക്കെ വാദോരാതെ എത്ര താലോലിച്ചാണ് സംസാരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നേതാവ്. നമുക്കറിയാമല്ലോ ജസ്റ്റിസ് ചാരിയെ നാട് കടത്തിയത് എന്തിന്റെ പേരില്ല? SFIക്കാരല്ലേ ഇവിടെ പിന്നെ എന്താ പറയുക പ്രതീകാത്മകമായി നാട് കടത്തിയില്ലേ? ഇവിടെ സർക്കാർ ജീവനക്കാരുടെ പിന്നെ കേസിനകത്ത് അവർ സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ LDFന്റെ കൺവീനർ ഉൾപ്പെടെ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? അതിനു മുമ്പ് പിന്നെ ഒരു ജഡ്ജിയെ നിങ്ങളുടെ നേതാവല്ലേ പിന്നെ വിളിച്ചത് പിന്നെ ശുംഭനെന്ന്? പിന്നീട് അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ? ആ ശുംഭന് പുതിയൊരു അർത്ഥം തന്നെ കൊണ്ടുവരേണ്ടി വന്നില്ലേ? അപ്പോൾ കോടതിയോടുള്ള നിങ്ങളുടെ നിലപാട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്നേ. അതിനു മുമ്പ് എന്താ ഒരു കൊലക്കേസിൽ ശിക്ഷിച്ച ആളെ അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്ത് നിങ്ങളിവിടെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞനന്തനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുന്നതിന് ഒരു മടിയുമില്ല. ആ കോടതി വിധി പോലും നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. ഇന്നും കുഞ്ഞനന്തൻ കൊലക്കേസിലെ പ്രതിയാണെന്നല്ല കുറ്റക്കാരനാണെന്ന് കോടതി ശിക്ഷിച്ചിട്ട് അതിനെ അംഗീകരിക്കാത്ത ജനാധിപത്യ രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കോടതിയെക്കുറിച്ച് ഇത്രയും വലിയ വാചാലമായി സംസാരിക്കുന്നത്. ആ കോടതി വിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇൻട്രിയം ഓർഡർ മാത്രമാണ് അതിന്റെ വാദം തുടരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പിന്നെ നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വരട്ടെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വരട്ടെ. നിങ്ങൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്തൂ. നിങ്ങൾ KP കണ്ണനെ ഒന്ന് ബോധ്യപ്പെടുത്തൂ. അതൊന്നും ഞങ്ങൾ CPMന്റെയോ കോൺഗ്രസിന്റെ നേതാവല്ലല്ലോ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ലോ. അപ്പോൾ പൊതുജനങ്ങളെ സംബന്ധിച്ച് സമരരംഗത്തുള്ള ജനങ്ങളെ 4 ഇരട്ടി കൊടുക്കുന്നു 5 ഇരട്ടി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്മൃതി എങ്ങനെയാണെന്ന് അറിയാമോ? ഏതാണ് നിങ്ങൾ 4 ഇരട്ടി കൊടുക്കുന്നതിന്റെ നിങ്ങളുടെ ബേസിക് പ്രൈസ് എത്രയാണ്? എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ബേസിക് പ്രൈസ് തീരുമാനിക്കുന്നത് ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അവസാനത്തെ 3 വർഷം നടന്നിട്ടുള്ള രജിസ്ട്രേഷനിൽ ഏറ്റവും കൂടിയ തുകയുടെ ഏറ്റവും കൂടിയ 10 തുകയുടെ ആവറേജാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുമ്പോൾ ആ രജിസ്ട്രേഷന് എത്രയായിരിക്കും ബേസിക് പ്രൈസ്? അതിന്റെ 4 ഇരട്ടി അല്ല 5 ഇരട്ടി കൂടിയാലും മാർക്കറ്റ് വിലയിൽ എത്തില്ല സ്മൃതി. ഒരു സംശയവും വേണ്ട വരില്ല. അപ്പോൾ ഞങ്ങൾ 4 ഇരട്ടി കൊടുക്കാം 5 ഇരട്ടി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇത് മാത്രമല്ല വിഷയം. സ്മൃതി ഇവിടെ പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പ്രോജക്ട് റിപ്പോർട്ട് അവിടെ ഇരിക്കട്ടെ അരുൺകുമാറെ. ഇവിടെ DPR നിങ്ങളെല്ലാം പരസ്യപ്പെടുന്നു പറഞ്ഞല്ലോ. ആ DPR ഒന്ന് പുറത്തു വരാൻ വേണ്ടി എല്ലാവർക്കും ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളൊക്കെ പെട്ട പെടാപ്പാട് അത് അബദ്ധവശാൽ നിങ്ങൾ പുറത്തുവിടേണ്ടി വന്നതല്ലേ ആ DPR. അപ്പോൾ നിങ്ങൾ എന്തിനാ ഭയത്ത്? എന്തിനാണ് നിങ്ങൾ DPRനെ സംബന്ധിച്ച് ഭയന്നത്? ഞങ്ങൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങൾ നേരത്തെ അവശേഷിക്കുന്നില്ലേ ടെക്നിക്കലായിട്ട്? ആ നിങ്ങൾക്ക് ഈ 6391 കോടി രൂപ കൊണ്ട് ഇത് തീർക്കാൻ കഴിയുമോ? 9343 കെട്ടിടങ്ങൾ മാത്രമേ പൊളിക്കൂ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് എത്ര യാത്രക്കാർ 80,000 യാത്രക്കാർ ദിനംപ്രതി യാത്ര ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇതിനെ സംബന്ധിച്ചൊന്നും വ്യക്തതയില്ലാതെ നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെ
അരുൺ പറയുമല്ലോ, അരുൺ ഇതൊന്നും മറുപടി മറുപടിയില്ല. പറയാനാണല്ലോ ഇതൊരു വന്നിരിക്കുന്നത്. project ആദ്യം കുറിച്ചാണ് സംസാരിക്കുന്നത്. നഷ്ടപരിഹാരം. എല്ലാം ഈ 4 എല്ലാം ഇരട്ടി പരിഹരിച്ചു. നഷ്ടപരിഹാരത്തിന് യാഥാർത്ഥ്യം എന്തെന്ന് അരുൺ പറയും. അരുൺകുമാർ, കമ്പോള വിലയുടെ 4 ഇരട്ടി നൽകാനുള്ള തുകയൊന്നും നിലവിൽ DPR-ലില്ല. 6100 കോടി മാത്രമാണ് നിലവിൽ നീക്കിവെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? 4 ഇരട്ടി നൽകും എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണക്കാക്കുന്ന അനുസരിച്ചാണെങ്കിൽ 1 ഹെക്ടർ എന്നാൽ 2.47 ഏക്കർ, അതായത് 247 സെന്റാണ്. സെന്റ് ഒന്നിന് ശരാശരി ലഭിക്കുക 2 ലക്ഷം വരെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 4 ഇരട്ടി എന്ന കണക്ക്? സ്മൃതി, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മറുപടി പറയണം, അല്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ ചാമക്കാല പറഞ്ഞത് ഒരു ഇടക്കാല ഉത്തരവല്ലേ, ഒരു ഇൻട്രീം ഓർഡർ അല്ലേ സുപ്രീം കോടതി വരെ പോയത്, ആ ഇൻട്രീം ഓർഡർ മാത്രമല്ലേ ഉള്ളൂ എന്നാ. പക്ഷെ അല്ല, ഇന്നലെ മറ്റൊരു സിംഗിൾ ബെഞ്ച് 24 പേജുള്ള അന്തിമ വിധി പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇന്നലെ വന്ന 5 കേസുകൾ തള്ളിയത്. 5 പെറ്റീഷനേഴ്സ് ഉള്ള കേസ് തള്ളിയത്. 24 പേജുണ്ട്. അതും കഴിഞ്ഞ ഒരു മാസമായി വാദം കേട്ടുകൊണ്ടിരുന്ന, അതായത് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ മുന്നോടിയായി നടക്കുന്ന സാമൂഹ്യാഘാത പഠനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ നോട്ടിഫിക്കേഷനെ ചലഞ്ച് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഇറക്കിയ നോട്ടിഫിക്കേഷനെ ചലഞ്ച് ചെയ്ത് വന്ന കേസുകളിൽ ഭൂരിഭാഗവും തീർപ്പ് കൽപ്പിച്ചത് ഇടക്കാല ഉത്തരവ് എന്ന രീതിയിലല്ല, ഫൈനൽ ഉത്തരവ് എന്ന രീതിയിലാണ്. ശ്രീ ജസ്റ്റിസ് നഗരേഷിന്റെ ഇന്നലത്തെ ഓർഡർ 24 പേജിന്റെ ഫൈനൽ ഉത്തരവ് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. അതും കൂടി ഇത്തരം ചർച്ചകളിൽ വായിക്കണം. ഇൻട്രീം ഓർഡർ ഒക്കെ പോയി, കാരണം സുപ്രീം കോടതി പറഞ്ഞോടുകൂടി ഇനി ഇൻട്രീം ഓർഡറിന് വിലയില്ലല്ലോ, അത് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഇപ്പോൾ ഇത് ഈ പ്രീസിഡന്റായി, പ്രീവിയസ് ഡിസിഷൻ ഓഫ് ദി കേസായി, സുപ്രീം കോടതി വിധി വന്നതോടുകൂടി ആരിനി ഈ കേസുമായി ഈ നോട്ടിഫിക്കേഷനെ ചലഞ്ച് ചെയ്ത് പോയാലും ഇതേ വിധി ഉള്ളൂ എന്നാണ് ഇന്നലത്തെ വിധി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം, പറഞ്ഞോളൂ. യെസ്, പോയിട്ട് കാര്യമില്ല. പോണെങ്കിൽ പോകാം, വക്കീലന്മാർക്ക് പോണെങ്കിൽ പോകാം, കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് പോകാം, പക്ഷേ ഇതേ ഓർഡർ ഉണ്ടാവുള്ളൂ. കാരണം അത് അബ്സല്യൂട്ടായി പ്രീസിഡന്റായി മാറി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്നോട് ചോദിച്ചത് ഗ്രാമപ്രദേശങ്ങളിൽ 4 ഇരട്ടിയും പട്ടണത്തിൽ 2 ഇരട്ടിയും അതിന് ഉള്ള തുക മാറ്റിവെച്ചിട്ടില്ല എന്ന്. ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് 13,000 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നു എന്നും അത് ഹഡ്കോയിൽ നിന്നും കിഫ്ബിയിൽ നിന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമായും ഭൂമി ഏറ്റെടുക്കൽ പൂർണ്ണമായും സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് നടത്തുന്നതെന്നും അതിൽ കേന്ദ്രത്തിന്റെ വിഹിതം പ്രത്യേകമില്ല എന്നും കേന്ദ്രത്തിന്റെ റെയിൽവേ ഭൂമി ഏറ്റെടുക്കുന്ന ഏകദേശം 150 ഹെക്ടറോളം വരുന്ന കേന്ദ്ര റെയിൽവേ ഭൂമിയുടെ തുക നിശ്ചയിച്ചിട്ട് അതുമാത്രമാണ് കേന്ദ്ര വിഹിതമെന്നും നമ്മളിവിടെ എത്ര തവണ ചർച്ച ചെയ്തേക്കണെയാണ്. അത് ഒരു തരത്തിലും ആശങ്ക വേണ്ട. ഇപ്പോൾ 2 സെന്റ് മലപ്പുറം ടൗണിൽ ദേശീയപാതയ്ക്ക് ഏറ്റെടുത്തപ്പോൾ 2.25 കോടി ലീഗ് അക്സെപ്റ്റ് ചെയ്തതിന്റെ നിയമസഭാ രേഖ വരെ കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നില്ലേ? ഇത്തരത്തിൽ നഷ്ടപരിഹാര പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംശയമെങ്കിൽ അതിൽ പ്രത്യേക ചർച്ചയാകാം, സംവാദങ്ങളാകാം. ഇത് പോരെ, വീണ്ടും പുനഃപരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഇപ്പൊ ഇതിൽ തന്നെ ഭൂമിയുടെ വില, ഗുണന ഘടകം, ചമയവില, വൃക്ഷവില, സ്വലേഷ്യം. അരുൺ, ഒരു സംശയം ചോദിക്കട്ടെ. ഒരു 35 ലക്ഷം രൂപയുടെ വീട് നിർമ്മിച്ച ഒരു വ്യക്തിക്ക് ആ വീട് വിട്ടുകൊടുക്കേണ്ടി വരുന്നു, വീടും സ്ഥലവും വിട്ടുകൊടുക്കേണ്ടി വന്നാൽ എന്തായിരിക്കും ആ ആൾക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം? 35 ലക്ഷത്തിന്റെ വീടാണേ. എത്ര സ്ഥലത്ത് പണിതിരിക്കുന്ന വീടാണ്? 4 സെന്റ്. 4 സെന്റിൽ 35 ലക്ഷം രൂപയുടെ വീട് പണിതിരിക്കുന്ന ആളാണെങ്കിൽ ആ സ്ഥലത്തിന്റെ വില കൃത്യമായി ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ 4 ഇരട്ടി കിട്ടും. ആ കെട്ടിടത്തിന് 35 ലക്ഷം രൂപ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഏതു വർഷമാണ് പണിതെന്ന് നോക്കി അതിന് കൃത്യമായിട്ടുള്ള മാർക്കറ്റ് വാല്യൂ തീരുമാനിക്കും. അതിനുശേഷം ചമയവില എന്ന രൂപത്തിൽ ചമയവില നിശ്ചയിക്കും, അതിലുള്ള എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളുടെയും. അതുപോലെ തന്നെ വൃക്ഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൃക്ഷവില നിശ്ചയിക്കും. അതിനുശേഷം സ്വലേഷ്യം എന്നൊരു തരത്തിൽ ആ നിശ്ചയിക്കുന്ന തുക, സ്വലേഷ്യം 100% ഇതിലെല്ലാം വരുന്നത്, അത് ഇരട്ടിയാക്കും. അങ്ങനെ മൊത്തത്തിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ആ നിശ്ചയിക്കുന്ന വില, ഭൂമിയുടെ വില ഇൻറ്റു 4 ഇരട്ടി, കെട്ടിടത്തിന്റെ വില, അതിന് സ്വലേഷ്യം, അതുപോലെ തന്നെ മരങ്ങളുണ്ടെങ്കിൽ അത്, മറ്റനുബന്ധ സാധനങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ നല്ല ആകർഷകമായിട്ടുള്ള തുക ആ കൃത്യമായി അദ്ദേഹത്തിന് കിട്ടുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കാരണം അത്തരത്തിൽ കിട്ടിയ പറയാമോ? 35 ലക്ഷം അല്ല, അത് 4 സെന്റ് ഉള്ള സ്ഥലത്ത് ആ സെന്റിന്റെ വില എന്തെന്നറിയാതെ അല്ല അല്ല സ്മൃതി, ആ 4 സെന്റിൽ ഓരോ സെന്റിനും വില എത്രയാന്ന് പറയാതെ എങ്ങനെ ഞാൻ കണക്ക് കൂട്ടും? അല്ല, നഗരമാണെങ്കിലും ഏത് നഗരത്തിലും എത്ര തുകയാണെന്ന് പറയാതെ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ, സ്മൃതിക്കും പറയാൻ കഴിയില്ല. കാരണം ആ കൃത്യമായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ ഇപ്പൊ ഈ 4 സെന്റിന്റെ വില ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ 4 ഇരട്ടി കൊടുക്കായിരിക്കും. അപ്പൊ ഈ 35 ലക്ഷം മുടക്കി പണിത വീട്, ആ വീടിന് അത്ര തന്നെ തുകയെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ സ്ഥലം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇത്രയും വലിയ പൈസ കൊടുത്ത് കെട്ടിപ്പൊക്കിയ ഈ വീട് ഇതുപോലെ ഞങ്ങൾക്ക് നിർമ്മിച്ചു തരുമോ, ഇതിനുള്ള പണം കിട്ടുമോ? ഇതാണ് പലരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് ചോദിച്ചത്.
അല്ല, സ്മൃതി എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉള്ളടക്കം എനിക്ക് മനസ്സിലായി. ലൈഫ് പദ്ധതിയിൽപ്പെടുന്ന വീടിന്റെ 4,60,000 രൂപയാണോ കൊടുക്കുള്ളൂ എന്നതാണ് ചോദ്യത്തിന്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അദ്ദേഹം പണിത വീട് ഏത് വർഷമാണോ പണിത് ആ വർഷം 35 ലക്ഷമായെങ്കിൽ അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വില കൂട്ടിയതിന് ശേഷമാണ് സ്ഥലത്തിന്റെ വില × 4 അത് കൂട്ടുക. ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിന് ഏറ്റവും ആകർഷകമായിട്ടുള്ള തുക കിട്ടും. പക്ഷെ ഏത് പട്ടണത്തിലാണ്, ആ പട്ടണത്തിൽ ഓരോ സെന്റിന്റെ വിലയും കൂടി അറിഞ്ഞ് ഏതെങ്കിലും മരങ്ങളോ മറ്റ് ചമയങ്ങളോ ഉണ്ടോ എന്നറിഞ്ഞാൽ മാത്രമേ ഒരു തുക കണക്കൂട്ടി പറയാൻ കഴിയൂ. അതൊക്കെ ഇതിന്റെ വരുന്ന കാര്യങ്ങളല്ലേ, ഒരു തരത്തിലും സംശയം ഉണ്ടാവില്ല. വെച്ചുകൊണ്ടല്ലേ അരുൺ ഇങ്ങനെ സംശയം ഉണ്ടാകുന്നത്? എന്തിനാണ് ഇങ്ങനെ അപൂർണമായ DPR 6,200 കൃത്യമായി എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ നീക്കി വെക്കാനാകുമെന്നുള്ള സംശയം സ്വാഭാവികമല്ലേ? അബദ്ധ പഞ്ചാംഗമാണല്ലേ DPR? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല ചർച്ചകളിലും പറഞ്ഞു. ഞാൻ പലതവണ പറഞ്ഞു, DPR എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും കുറേ സാധ്യതകളുമാണ് DPR-ൽ. ആ DPR വെച്ച് തന്നെയല്ലേ ഇതെന്ന് നമ്മൾ കണക്കൂട്ടാൻ പാടില്ല. ഇപ്പോ വേലി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും മതിൽ കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം പിന്നെ ഒരു പഠനത്തിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അത് പൂർണ്ണമാണ് എന്നാണ് സാധാരണഗതിയിൽ പറയുക. ഈ പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമാണ് അത് അപൂർണമാവുന്നത്. അല്ല, ഡീറ്റെയിൽ പ്രോജക്ട് ഇല്ല, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഈ പല പദ്ധതികളും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന 13 പദ്ധതികളിൽ ഇപ്പോഴും 8 പദ്ധതികളുടെ മാത്രമേ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളൂ. ആ പ്രോജക്ട് റിപ്പോർട്ടുകളുമെല്ലാം ഏകദേശം സാമ്യമുണ്ട്. ഈ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയ ആ ഏജൻസി എന്ന് പറഞ്ഞാൽ ലോകത്തെ 13 പ്രധാനപ്പെട്ട ചിലി, ഫ്രാൻസ്, ഗ്രീസ് അത്തരം രാജ്യങ്ങളിലെ 13ഓളം വരുന്ന പ്രോജക്റ്റ് തയ്യാറാക്കിയ ഏജൻസി തന്നെയാണ്. ഇതിലൊന്നും ആ സാധ്യതകൾ കൃത്യമായിട്ട് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ DPR വെച്ചുകൊണ്ട് ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കില്ലെന്നോ കണക്കൂട്ടണ്ട. ആ നഷ്ടപരിഹാര പാക്കേജിന്റെ അവസാനത്തെ ഒരു വരി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഗ്രാമപ്രദേശങ്ങളിൽ ഭൂമി വിലയുടെ 4 മടങ്ങ് വരെയും ചമയങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിലയുടെ 2 മടങ്ങും പ്രതിവർഷം 12% വർധനയും. 2, നഗരപ്രദേശങ്ങളിൽ ഭൂമിയുടെയും ചമയങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വിലയുടെ 2 മടങ്ങും പ്രതിവർഷം 12%. അതിനുശേഷം പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിലാണ് ഓരോ വീടിന്റെ 5 സെന്റിൽ താഴെ വീട് നഷ്ടപ്പെടുന്നവർക്ക് കൊടുത്ത ഉദാഹരണം ഉണ്ട്. നഷ്ടപരിഹാരം കൊടുത്ത ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നഷ്ടപരിഹാരം കൊടുക്കാത്ത ഉദാഹരണവും നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ശ്രീ രാജീവൻ ചൂണ്ടിക്കാണിച്ചത്. മൂലമ്പള്ളിയിലെ കാര്യം പറഞ്ഞു, ചെങ്ങറയിലെ കാര്യം പറഞ്ഞു. അവിടെയും ജോലി കൊടുക്കും, വീട്ടിലൊരാൾക്ക് ജോലി കൊടുക്കും, നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കുമെന്ന് പറഞ്ഞു. കിട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഉദാഹരണം കൂടി മുന്നിലുള്ളതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് ചോദിക്കുന്നത്. അരുണിനോടാണ്, എന്നോടാണ്. ഇവിടെ മൂലമ്പള്ളി പറഞ്ഞല്ലോ, മൂലമ്പള്ളി ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഇദ്ദേഹം തന്നെ പറഞ്ഞു മൂലമ്പള്ളി വിഷയം. ഞാൻ ആ വിഷയം ഒന്ന് എടുത്ത് പഠിച്ചു. എറണാകുളം കളക്ടറേറ്റിൽ പോയി അതിന്റെ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചു. എന്നാൽ മൂലമ്പള്ളിയിൽ ഭൂമി നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ഭൂമി അനുവദിച്ചിരുന്നു. കാക്കനാട് തന്നെ. ആ കാക്കനാട് ഭൂമി റിമോട്ടാണ്, ടൗണിൽ തന്നെ ഭൂമി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ പാക്കേജിൽ ഭൂമി ഒഴികെ ബാക്കിയുള്ളത് കൈപ്പറ്റിയിട്ട് ശേഷമാണ് അവർ ഇപ്പോൾ സമരം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾക്കും പരാതിയില്ലല്ലോ. ഇവിടെയും സിംഗൂരിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നും നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്നും ഗ്യാസ് കുറ്റി ശരീരത്തിൽ കെട്ടിവെച്ച് സമരം നടത്തി. അതുപോലെ അത് സ്വാഭാവികമല്ലേ അരുൺ? ഈ കാക്കനാട് റിമോട്ട് ഏരിയ ആണോ? അപ്പൊ ഏറ്റവും കൂടുതൽ വിലയുള്ള അല്ല, ഈ കാക്കനാട് റിമോട്ട് ഏരിയ ആണോ? കാക്കനാട് ഒരു സെന്റിന് ഇപ്പൊ കൊടുക്കണം 25-30 ലക്ഷം 50 ലക്ഷം ഒക്കെ. കളക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്. കാക്കനാടൊക്കെ മാറി പല രൂപത്തിൽ. ഓരോരുത്തർക്കും അവരുടെ ഇന്റൻഷൻ അനുസരിച്ചുള്ള ഭൂമി ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല. പാക്കേജിന്റെ ഭാഗമായി ആ പുനരധിവസിപ്പിക്കുന്നവരെ എല്ലാവരെയും ഒരുമിച്ചാണ് ചെയ്യുക. അപ്പൊ അത്തരത്തിൽ പരാതിയുള്ളവരെ പരിഹരിക്കാമല്ലോ. അപ്പൊ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരാൾക്ക് പോലും പരാതി ഇല്ലാത്ത എന്താണ്? കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് പരാതി ഉണ്ടായിരുന്നല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. പ്രഖ്യാപിച്ച പാക്കേജുകൾ ഒരു മിനിറ്റ്, നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. രാജീവൻ, ഇപ്പോൾ അരുൺകുമാർ ചില കാര്യങ്ങൾ കൂടി വിശദീകരിച്ചല്ലോ. എങ്ങനെയാണ് നഷ്ടപരിഹാരം? ഈ 6,200 എന്നത് മാത്രമല്ല കണക്ക് എന്ന് പറയുന്നു. എന്താണ് നിങ്ങൾക്ക് അതിനോട് പറയാനുള്ളത്? അതായത് നമ്മൾ ആര് പറയുന്ന വിശ്വസിക്കണം? അഡ്വക്കേറ്റ് അരുൺകുമാർ പറയുന്ന വിശ്വസിക്കണോ, അതോ മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം MLA-മാർക്ക് കൊടുത്ത മറുപടി വിശ്വസിക്കണോ, അതോ DPR വിശ്വസിക്കണോ? ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? 9 കോടി രൂപ ഹെക്ടറിന് എന്ന് മുഖ്യമന്ത്രി നിയമസഭയെ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് തന്നെ കണക്കൂട്ടിയാൽ മതി. ഈ 6,100 നമുക്ക് വിടാം കോടി.
9 കോടി രൂപ ഹെക്ടർ ഒന്ന് വിളിച്ചേ. 9 ഗുണം 1350 കോർപ്പറേഷൻ വഴി ഇത് കടന്നു പോകുന്നുണ്ട്. കോട്ടയം നഗരത്തിൽ കോർപ്പറേഷനിലൂടെ പോകുന്നുണ്ട്. സ്മൃതി ഒന്ന് ഗുണിച്ചു നോക്കിയേ. മുനിസിപ്പാലിറ്റി വഴി കടന്നു പോകുന്നുണ്ട്. 1347 ഗുണം 9 ഒന്ന് ഗുണിച്ചു നോക്കിയേ. പഞ്ചായത്ത് കേന്ദ്രങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്ന് ഗുണിച്ചു നോക്കിയേ. ഹെക്ടർ ഗുണം 9 വെച്ച് ഗുണിച്ചേ, ഗുണം 9 കോടി വെച്ച് ഗുണിച്ചേ. 1347 ഗുണം 9 എത്രയാ വരുന്നത്? 6000 കോടിയാണോ വരുന്നത്? അതെ. സെന്റിന് എത്ര കിട്ടും? ഇവിടെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറഞ്ഞില്ല. അല്ല, ഇവിടെ 6000 കോടി രൂപയുടെ കണക്കാ പറഞ്ഞത്. DPR ഞാൻ ചോദിച്ചതാണ്. ഞാൻ ഈ വൈരുദ്ധ്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. 6100 കോടി രൂപ DPR എഴുതി വെച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി നിയമസഭയിൽ ഹെക്ടറിന് 9 കോടി എന്ന് പറയുന്നത് 13,000 കോടി വരും. നിങ്ങൾ പറഞ്ഞ 13,000 കോടി വരും. പിന്നെ ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഓരോ ഏജൻസികളും കേന്ദ്രം പറയുന്ന മറ്റൊരു കണക്കാണ്, അത് നമ്മുടെ മുന്നിലുണ്ട്. നീതി ആയോഗ് പറയുന്ന മറ്റൊരു കണക്കാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. നമുക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അരുൺ ചില കാര്യങ്ങൾ വിശദീകരിച്ചല്ലോ, നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇവിടെ നഷ്ടപരിഹാരത്തിനെ കുറിച്ച് മുമ്പ് അദ്ദേഹം പറഞ്ഞ കേസിനെ സംബന്ധിച്ചാണ്. കേസിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അരുൺകുമാറെ. ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്നു. ഈ ഇടക്കാല ഉത്തരവ് പ്രഖ്യാപിച്ച കേസിനെ സംബന്ധിച്ച് സിംഗിൾ ബെഞ്ച് ഇനിയും പരിഗണിക്കാനിരിക്കുന്നേ ഉള്ളൂ. വാദം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഫൈനൽ ഹിയറിംഗിന് ഏപ്രിൽ മാസം 6-ാം തീയതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ചിൽ വെച്ചിട്ടുണ്ട്. ആ കേസിന്റെ പിന്നെ ഇന്റർവ്യൂ ഓർഡറിനെ സംബന്ധിച്ചാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയിട്ടുള്ളത്. അതുകൊണ്ട് കേസെല്ലാം അവസാനിച്ചു എന്നൊന്നും പറഞ്ഞ് പോകരുത്. ഇന്നലെ ആരോ പോയത് തള്ളിയിട്ടുണ്ടാകാം, സ്വാഭാവികമാണ്. ആ കേസിനെ സംബന്ധിച്ച് അതിന്റെ ഞാൻ പറഞ്ഞത് സുപ്രീം കോടതി, ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞത് സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് ബേസ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ള കേസിന്റെ മൂല കേസ് ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 6-ന് ഫൈനൽ ഹിയറിംഗ് ആണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട. ഞാൻ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ സംബന്ധിച്ചുകൊണ്ട് വ്യക്തമായ ബോധ്യവുമുണ്ട്. പിന്നെ ഈ പറയുമ്പോൾ ഈ തുക 4 ഇരട്ടി കൊടുക്കും 3 ഞാൻ പറഞ്ഞ അതിന് മുമ്പ് വന്ന കേസിനെ കുറിച്ചാണല്ലോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് അതിന് മുമ്പ് വന്നിട്ടുള്ള കേസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. ഈ കേസ് ഇവരിപ്പോൾ ഈ കൊട്ടിഘോഷിക്കുന്ന സുപ്രീം കോടതി അനുവദിച്ചു അഥവാ തള്ളിക്കളഞ്ഞു, പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞ കേസിന്റെ ഇടക്കാല ഉത്തരവ് മാത്രമാണ് തള്ളിയിട്ടുള്ളത്. അതിന്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് മെറിറ്റിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ആ മെറിറ്റിലേക്ക് പോലും കടക്കാത്ത കേസിനെ സംബന്ധിച്ചാണ് പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്നൊക്കെ ഒരു ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, നിൽക്കട്ടെ. അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്ന അടിസ്ഥാനപരമായ കാരണം, ഇപ്പോൾ സ്മൃതി ചോദിച്ചു 4 സെന്റ് വസ്തുവിനെ സംബന്ധിച്ച് 4 സെന്റോ 8 സെന്റോ 10 സെന്റോ 12 സെന്റോ ആകട്ടെ, അവിടെ മാർക്കറ്റ് വിലയാണോ കൊടുക്കുന്നത്, അതിന്റെ പിന്നെ ഫെയർ വാല്യൂ ആണോ കൊടുക്കുന്നത്, അതിന്റെ 4 ഇരട്ടിയാണോ കൊടുക്കുന്നത്? അവിടെയാണ് അടിസ്ഥാനപരമായ പ്രശ്നം. അവിടെ ഫെയർ വാല്യൂ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? നിലവിലുള്ള ഫെയർ വാല്യൂ നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ മിനിമം ചെയ്യേണ്ട ഫെയർ വാല്യൂ ആണോ നിങ്ങൾ കണക്കാക്കുന്നത്, അതോ മാർക്കറ്റ് വാല്യൂ ആണോ? ഒരു സംശയവും വേണ്ട സ്മൃതി, അവിടെയാണ് ഇതിന്റെ തട്ടിപ്പിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. അതിനവർ ചില നിബന്ധനകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ 3 വർഷം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രജിസ്ട്രേഷൻ ചാർജിന്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിലയുടെ ഫെയർ വാല്യൂവിന്റെ ഏറ്റവും കൂടുതൽ തുക ചെയ്തിട്ടുള്ള 10 കേസുകളിലെ ആവറേജ് എടുക്കും എന്ന് പറയുമ്പോൾ ഇതിന്റെ 8 ഇരട്ടി കൊടുത്താലും ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് അവർ പറയുകയുമില്ല. അത് തട്ടിപ്പാണ്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുത്ത ഒരാൾക്കും പരാതിയില്ലല്ലോ. ഞാൻ പറഞ്ഞ അടുത്ത കാലത്ത് ഭൂമി ഏറ്റെടുത്ത ഒരാൾക്കും പരാതിയില്ല. അതെന്താ പരാതി ഇല്ലാതാകുന്നത്? ദേശീയപാതയിൽ പരാതിയില്ലെങ്കിൽ മൂലംപള്ളിയിലുണ്ടല്ലോ, ചെങ്ങന്നൂരുണ്ടല്ലോ. ആ തീരുമാനങ്ങളൊക്കെ എടുത്ത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കരമന കളിയിക്കാവിളയുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ഇത്തരത്തിൽ മാർക്കറ്റ് പൊന്നും വില കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അന്നത്തെ UDF സർക്കാർ, ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള സർക്കാരാ. നിങ്ങൾ പറയുന്നു ഞങ്ങളാണ് കേരളത്തിൽ മുഴുവൻ അങ്ങ് ദേശീയപാത വികസിപ്പിച്ചെന്ന് പറയുന്നു. അതിന് തുടക്കമിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. താങ്കൾക്ക് ഒരു തർക്കവും വേണ്ട. നിങ്ങൾ കൊടുക്കുമെന്ന് പറയുമ്പോൾ ഏത് തുകയുടെ താങ്കൾ വന്ന് നോക്കണം. കരമന കളിക്കാവുള്ള പാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ആരാണ് ഇടപെട്ടിട്ടുള്ളത്? വിവരക്കേട് വിളമ്പിയാ പോരാ, അന്വേഷിക്കണം.
കേരളത്തിൽ ദേശീയപാതയുടെ വികസനം ശ്രീ ഉമ്മൻചാണ്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ കർമ്മന മുതൽ പറഞ്ഞ കഴിക്കാനുള്ള ഓരോ പാതയുടെ കാര്യങ്ങളും ആദ്യത്തെ രണ്ട് ആധികാരികമാണ്. stretch, ഓരോ രണ്ട് stretch. പറഞ്ഞ അതിന്റെ കാര്യങ്ങളും ഭാഗത്ത് അതിനുശേഷമാണ് കൃത്യമായ നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. തെളിവുകളുടെ അടിസ്ഥാനത്തോടെയാണ്. ഞാൻ പറഞ്ഞ ഓരോ വിഷയത്തെ സംബന്ധിച്ചും ആലപ്പുഴ ഉപേക്ഷിച്ച് ബൈപ്പാസ്, പോയവർ, കൊല്ലം ബൈപ്പാസ് ഒരിക്കലും നടക്കില്ലെന്ന് ഉപേക്ഷിച്ച് പോയവർ. അപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ അരുൺകുമാറെ, വീണെടുത്ത് കിടന്ന് ഉരുളിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയൂ, നിങ്ങൾ മാർക്കറ്റ് വാല്യൂ ആണോ കൊടുക്കുന്നത്, ഫെയർ വാല്യൂ ആണോ കൊടുക്കുന്നത്, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വ്യക്തതയില്ല. 4 ഇരട്ടി കൊടുക്കും, 2 ഇരട്ടി കൊടുക്കും എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച്. മാത്രമല്ല ഈ പദ്ധതിയെ സംബന്ധിച്ച് ഒരു മാർക്കറ്റ് വാല്യൂ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സമരം നടക്കുന്നവരെ പരിഹരിച്ചുകൊണ്ടോ അല്ലല്ലോ വിഷയം. അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് ബോധ്യതയുണ്ടോ? മുഖ്യമന്ത്രിക്ക് ബോധ്യതയുണ്ടോ? DPR താങ്കൾ പറഞ്ഞു DPR ആണ് ആധികാരികതയെന്ന്. കൃത്യമായ ബോധ്യമുണ്ട്. നിങ്ങൾ അതിവേഗ പാത ഇടയ്ക്ക് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടോ? മുഖ്യമന്ത്രി നിങ്ങളുടെ രീതിയല്ല ഞങ്ങളുടെ രീതി. ഞാൻ പറയുന്നതാണ് ശരി. അതിവേഗ പാതയുടെ എല്ലാ റിപ്പോർട്ടും കക്ഷത്തിൽ വെച്ചിട്ടല്ലേ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത്? പറഞ്ഞിട്ടുണ്ടെന്നേ. അന്ന് DMRC പറഞ്ഞു, അന്ന് ഈ ശ്രീധരൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ പദ്ധതി ഫീസിബിൾ ആണ്. എന്നിട്ട് എന്ത് മന്ത്രി സജി ചെറിയാനാണ് പറഞ്ഞുള്ളത്. മുൻ മന്ത്രി EP ജയരാജൻ പറഞ്ഞത് എത്ര തവണ ചർച്ച ചെയ്തു മിസ്റ്റർ? ഇതൊക്കെ എത്ര തവണ ചർച്ച ചെയ്തു? ഇതൊന്നും ഞങ്ങളാരും അല്ല പറഞ്ഞിട്ടുള്ള അരുൺകുമാറെ. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊക്കെ വ്യക്തത വരുത്തേണ്ടത്, ഇതിനെ സംബന്ധിച്ചൊക്കെ ബോധ്യത വരുത്തേണ്ടത് നിങ്ങൾ മന്ത്രിമാർക്കും MLA മാർക്കും MP മാർക്കുമാണ്. ശ്രീ രാജീവൻ, 1 മിനിറ്റേ ഉള്ളൂ, വേഗം പറഞ്ഞോളൂ. ഒരു അര മിനിറ്റ് വേണം. വേഗം പറയൂ രാജീവൻ. അതായത് ഞങ്ങൾ സമരം ചെയ്യുന്ന നഷ്ടപരിഹാരത്തിന് വേണ്ടിയല്ല. ഞങ്ങൾ സമരം ചെയ്യുന്ന നഷ്ടപരിഹാരത്തിന് വേണ്ടിയില്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ വിനാശത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഈ പദ്ധതിക്കെതിരെയാണ്. അതിന് സുവ്യക്തമായ കാരണങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പരിസ്ഥിതിയെയും സാമ്പത്തികമായും ആവാസ വ്യവസ്ഥയും എല്ലാം തകർക്കുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിനെതിരെ ഏത് ചർച്ച വരുമ്പോഴും ശ്രീ ചാമക്കാല പറയും കമ്പ്യൂട്ടർ എന്ന്. ഞാൻ ആ വിഷയത്തിലൊന്ന് പഠിച്ചു നോക്കി. ഒരു കമ്പ്യൂട്ടർ വിരുദ്ധ വർഷമായി ആചരിച്ചത് 1984 BMS ആണ്. കാലിക്കറ്റ് സർവകലാശാലയെ കമ്പ്യൂട്ടർവൽക്കരണത്തിനെതിരെ സമരം ഉദ്ഘാടനം ചെയ്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. 2002 വരെ ക്യാമ്പസുകളും അതുപോലെ തന്നെ സർവകലാശാലകളും കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ സമരം ചെയ്ത് കോൺഗ്രസ്. ഞാനതൊന്ന് ആധികാരികമായി പഠിച്ചു. ബാങ്കുകളിൽ ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം എല്ലാ യൂണിയനും ഒരുമിച്ച് സമരം ചെയ്തു. നിങ്ങൾ കുറെ നാളായിട്ട് നിങ്ങൾ ഏത് പദ്ധതി വരുമ്പോഴും കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അതിൽ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് UDF. ഞാൻ അങ്ങോട്ട് തരാം. ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത സമരത്തിന്റെ പ്രതികരണവും വിശദീകരണവും എല്ലാം തുടരും. വരും ദിവസങ്ങളും ചർച്ച ചെയ്യാനുള്ളതാണ്. നമുക്ക് ഈ സമയം അവസാനിക്കുകയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.